ഫഫബ കേരളത്തിൽ 100 ദിവസം ഓടുമെന്ന പ്രവചനവുമായി കലാമണ്ഡലം സത്യഭാമ. ചിത്രം 100 ദിവസം ഓടിയാൽ പഴവങ്ങാട് ഗണപതിക്ക് 1001 തേങ്ങ നേർന്നിട്ടുണ്ടെന്നും സത്യഭാമ സമൂഹമാധ്യമത്തിലൂടെ പറഞ്ഞു. നടി ആക്രമിക്കപ്പെട്ട കേസിലെ കോടതി വിധിക്ക് പിന്നാലെയാണ് നടൻ ദിലീപ് നായകനായി എത്തിയ ചിത്രം ഫഫബ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത്. ചിത്രത്തിൽ ദിലീപിനൊപ്പം മോഹൻലാലും പ്രധാന വേഷത്തിലെത്തുന്നുവെന്ന പ്രത്യേകതയുണ്ട്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ദിലീപിനെ കുറ്റവിമുക്തനാക്കിയതിന് പിന്നാലെയാണ് ചിത്രം പുറത്തുവന്നത്. എന്നാൽ കേവലം ഒരു സിനിമാ പ്രമോഷനപ്പുറം വലിയ പ്രതിഷേധങ്ങൾക്കും സിനിമ വഴിവെച്ചിട്ടുണ്ട്. സമൂഹമാധ്യമങ്ങളിലടക്കം സിനിമ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനങ്ങൾ സജീവമാണ്. ഈ സമയത്താണ് കലാമണ്ഡലം സത്യഭാമ രംഗത്തെത്തുന്നത്. കലാമണ്ഡലം സത്യഭാമി മലയാളികൾ ിടയില്ല. വിവാദ പരാമർശം നടത്തിയതിന്റെ പേരിൽ വ്യാപക വിമർശനങ്ങളാണ് നർത്തകി ഏറ്റുവാങ്ങിയത്. ഒരു അഭിമുഖത്തിൽ കലാഭവൻ മണിയുടെ സഹോദരനും നർത്തകനുമായ RLV രാമകൃഷ്ണനെ സത്യഭാമ പേരെടുത്ത് പറയാതെ അപമാനിച്ചിരുന്നു. പുരുഷനായ വ്യക്തി മോഹിനിയാട്ടം ചെയ്യുന്നുവെന്നും ഈ വ്യക്തിക്ക് കാക്കയുടെ നിറമാണെന്നുമാണ് ജൂനിയർ സത്യഭാമ അഭിമുഖത്തിൽ പറഞ്ഞത്. ഇതിന് പിന്നാലെ വ്യാപക വിമർശനങ്ങളായിരുന്നു സത്യഭാമയ്ക്കെതിരെ ഉണ്ടായത്. ഇപ്പോഴത്തെ ദിലീപ് സിനിമയ്ക്ക് പൂർണ്ണ പിന്തുണയാണ് സത്യഭാമ നൽകുന്നത്. പ്രാർത്ഥനകൾ ഫലം കണ്ടു. ദിലീപിന്റെയും സുഹൃത്തുക്കളുടെയും ഇന്നിറങ്ങിയ സിനിമ മലയാളികൾ ഏറ്റെടുത്തിരിക്കുന്നു. 100% എന്റർടൈനർ എന്നാണ് എറണാകുളത്തുള്ള ഗീതാഞ്ജലി പറയുന്നത്. ഏറ്റവും ചുരുങ്ങിയത് 100 ദിവസം ഓടുമെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്. 100 ദിവസം ചിത്രം ഓടിയാൽ പഴവങ്ങാടി ഗണപതിക്ക് 1001 തേങ്ങ ഞാൻ നേർന്നിട്ടുണ്ടെന്ന് സത്യഭാമ പറഞ്ഞു. അവൾക്കൊപ്പമുള്ള 10% മനുഷ്യരെ അവനൊപ്പമുള്ള 90% മനുഷ്യർ കണ്ടവഴി ഓടിച്ച മനോഹര കാഴ്ചയാണ് കേരളത്തിലെ ഒട്ടുമിക്ക സിനിമാ പ്രദർശന കേന്ദ്രങ്ങളിലും കാണുന്നതെന്ന് സത്യഭാമ പരിഹസിച്ചത്. ന്യൂസ് ഡെസ്ക് സിമലം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.